ജസീറാണ് GT4 എന്ന്. നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള ഒരു 2006 മോഡലിലെ IS ആണ്. അതിൻ്റെ ഇപ്പോഴത്തെ ഒരു ബോണറ്റിൻ്റെ ഒക്കെ ഒരു അവസ്ഥ ഉണ്ടോ, കംപ്ലീറ്റ് പെയിൻറ്റ് ഡാമേജ് ഉണ്ട്, ഡെൻറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ നമുക്ക് ഈ ഒരു സ്പോർട്ടിയുള്ള മെറ്റാലിക് ബ്ലൂ കളറിലേക്ക് മൊത്തത്തിൽ അങ്ങ് റാപ്പ് ചെയ്തിട്ട് ഇതിനങ്ങോട്ട് കുട്ടപ്പനാക്കി എടുക്കാം. പിന്നെ അതിൻ്റെ ഗ്രില്ല് കണ്ടോ നിങ്ങൾ, ടോട്ടൽ ഒരു ആക്സിഡൻ്റ് ആയിട്ടുള്ള രീതിയിൽ മൊത്തത്തിൽ പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ഈ 2006 ഗ്രില്ല് മാറ്റിയിട്ട് കാര്യമില്ല, ഇതിനെ നമുക്ക് മൊത്തത്തിൽ അങ്ങ് അപ്ഗ്രേഡ് ചെയ്യാം പുതിയ മോഡലിലേക്ക്. ഓക്കെ, അതിൻ്റെ ഇപ്പോഴത്തെ വീല് കണ്ടോ നിങ്ങൾ, കംപ്ലീറ്റ് പെയിൻറ്റ് പോയിട്ട് ഡാമേജ് ആണ്, ഇവിടെയൊക്കെ ഡാമേജ് ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, അതിൻ്റെ ഒരു ഗ്ലോസി ബ്ലാക്കിലേക്ക് അങ്ങോട്ട് മാറ്റാം. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറിൽ അതിൻ്റെ ഒരു സീറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ, മൊത്തത്തിൽ ഡാമേജ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, കംപ്ലീറ്റ് ഡാമേജ് ആണ്. ആ സീറ്റ് ഈ സെറ്റ് കംപ്ലീറ്റ് മൊത്തം പോയിരിക്കുകയാണ്. അതിൻ്റെ സ്റ്റിയറിംഗ് കണ്ടോ, അതും പോയിരിക്കുകയാണ്. ഡോറൊക്കെ സ്റ്റിക്കിയാണ്, അതിൻ്റെ ഈ പാനൽസൊക്കെ ഡാമേജ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്പോർട്ടി ടൈപ്പിലേക്ക് നല്ല ബ്ലാക്ക് ലെതറിൽ ഒറിജിനൽ ഇതുപോലെ തന്നെ നമുക്ക് അതിൽ റെഡ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്ത് അതിന് നമുക്ക് അങ്ങോട്ട് മാറ്റാം. ഇപ്പോൾ അതിലെ മെയിൻ ഹൈലൈറ്റ് ആണ് ഇത്, അതിൻ്റെ ഡാഷ്ബോർഡ് കണ്ടോ, സാധാരണ ടൈപ്പുള്ള നമ്മൾ ഷമോ മെറ്റീരിയൽ കവർ ചെയ്തിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കിയേ, ഫുൾ ക്രാക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, മൊത്തം കയ്യിൽ പൊടിഞ്ഞു വരുന്നുണ്ട്. ഇതിനെ നമുക്ക് അങ്ങോട്ട് റീസ്റ്റോർ ചെയ്തിട്ട് നല്ല റെഡ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്ത് ഇതിനെ അങ്ങോട്ട് സ്പോർട്ടി ടൈപ്പിലാക്കാം. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് IS 2006 മോഡലിനെ ഈ കളർ റാപ്പൊക്കെ കൊടുത്ത് കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് സീറ്റ് മോഡിഫൈ ചെയ്ത് ഡാഷ്ബോർഡൊക്കെ ചെയ്ത് കംപ്ലീറ്റ് അങ്ങോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുള്ള വീഡിയോക്ക് വേണ്ടി സ്റ്റേ ട്യൂൺ. താങ്ക് യു.